അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇറങ്ങിയാണ്. അപ്പോൾ തീരുമാനിച്ച് ഏകദേശം 2 മണിയായി. ഇപ്പോഴാണ് ഇറങ്ങണത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഇനി നമുക്ക് നേരെ വഴിയിൽ കാണാം. നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്, പിടിക്കുകയാണ്. ഓക്കെ, കൂടെ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു കുരിശടിയാണ്, മാതാവിൻ്റെ കുരിശടിയാണ്. അപ്പോൾ ഇവിടെ മെഴുതിരി കത്തിച്ചിട്ട് പോകാൻ വിചാരിച്ച്. അല്ലെ ലോങ് പോവല്ലേ. ഞാൻ ഇവിടെ പോകുമ്പോൾ മെഴുതിരി കത്തിക്കും, പക്ഷെ ഇന്ന് മെഴുതിരി പോലും വാങ്ങിച്ചില്ല. ഇവിടെ ഒരു നേർച്ചയൊക്കെ ഇട്ടിട്ട് പോവാം. ഓക്കെ, നല്ല നിശബ്ദമായിട്ട് കിടക്കുകയാണ്. 2:30 മണിയായതേ ഉള്ളൂ, ഇന്ന് ആരുമില്ല. അപ്പം നമുക്കിവിടെ നേരെ വയനാടാണ്. വയനാട് റൂം സെറ്റാണ്. അപ്പം അതുവരെ എത്തണ കാര്യം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെറ്റാണ്. എന്തായാലും 12 മണിക്കൂറാണ് കാണിക്കുന്നത്. 495 കിലോമീറ്റർ ഉണ്ട്. വണ്ടി ഒന്ന് സർവീസ് ചെയ്തായിരുന്നു. അത് പക്ഷേ ട്രിപ്പ് പോകാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു. ടക്കനെയാണ് എല്ലാം പ്ലാനായത്. കാരണം ഈ അവധിയുടെ കേസ് ഞാൻ അറിഞ്ഞില്ല, തിരക്കായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാരണം നമ്മൾ കുറേ ബാക്കായി വീഡിയോ ഒന്നും ഇടാതെ. അപ്പോൾ നമുക്ക് നല്ല വീഡിയോസ് വരുന്നുണ്ട്, എല്ലാവരും കാണണം, ഫ്രണ്ട്സിലേക്ക് ഷെയറും ചെയ്യണം. അപ്പം നമുക്ക് ആദ്യം പമ്പിൽ കയറി പെട്രോൾ അടിക്കണം. ഇവിടുന്ന് 7 കിലോമീറ്റർ പോവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ബാലരാമം ചെന്നിട്ട് ബാക്കി നോക്കാം. ബാലരാമപുരത്തുനിന്ന് പെട്രോൾ അടിക്കാം. കാരണം ഒന്നുമില്ല, ഒരു കട്ട പോലും ഇല്ല. കണ്ട ഗൈസ്, ക്യാമറ എങ്ങനെ വ്യൂ കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഫുൾ ഇരുട്ടാണ്. നമുക്ക് എന്തായാലും ഒന്ന് വെളുത്തിട്ട് കാണാം. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, വെളുപ്പിനായതുകൊണ്ട് വെട്ടമൊന്നുമില്ല. നമുക്ക് ഇവിടെ നിന്ന് അടിച്ചു വിട്ട് പോവാം. 7 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം മൂവാറ്റുപുഴ എത്താറായി. മൂവാറ്റുപുഴയല്ല, സോറി, നമ്മൾ കോട്ടയം കഴിഞ്ഞു അങ്കമാലി എത്താറായി. അങ്കമാലിയിൽ ഒരു 55 കിലോമീറ്റർ. അങ്കമാലി ചെന്ന് തൃശ്ശൂർ, പട്ടാമ്പി, അങ്ങനെയാണ് നമ്മൾ പോണത്. ഇന്നത്തെ റൈഡ് അവസാനിക്കുന്നതെന്ന് പറഞ്ഞാൽ വയനാടാണ്. വയനാടാണ് ഇന്നത്തെ റൈഡിൻ്റെ എൻഡ് പോയിൻറ്റ്. നമ്മളിവിടെ കയറി രാവിലെ കഴിച്ച്, പിന്നെ ഇങ്ങോട്ട് നൈറ്റായിരുന്നു, ഫുള്ള് ഇരുട്ട്. 2 മണിക്കെടുത്തതാണ്. നല്ല മഴ, അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു. ഫുള്ള് കട്ട മഴയില്ലായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴയായിരുന്നുകൊണ്ട് ഇതൊരു സൂപ്പർ വെയിറ്റേറിയ ഹോട്ടൽ, കുഴപ്പമില്ല. അപ്പോൾ നമ്മളിവിടെ കയറി കഴിച്ച്, ഒരു റേറ്റ് കത്തിയാണ്, പിന്നെ വെയിറ്റേറിയ അങ്ങനെയാണ്. തൊട്ടിപ്പുറത്ത് ചെറിയ കട ഉണ്ടായിരുന്നു കേട്ടോ, ഇവിടെ കയറി മതിയായിരുന്നു. പിന്നെ കൂടുതൽ അലഞ്ഞില്ല, കാരണം വിശപ്പിങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ പോലും എടുത്തില്ല. ഇങ്ങോട്ട് നല്ല അത്യാവശ്യം ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാത്ത. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇനി നേരെ പിടിക്കണേന്ന് പറഞ്ഞാൽ തൃശ്ശൂർ, അങ്കമാലിക്ക് ഇനി ഒരു 10, എൻ്റെ കണക്കനുസരിച്ച് ഒരു 45-50 കിലോമീറ്റർ അതിനകത്തേ കാണുള്ളൂ അങ്കമാലി. പക്ഷേ ഈ റൂട്ട് സൂപ്പറാണ്. ഈ റോഡ് നല്ല കിടിലൻ വഴിയാണ്, കാരണം നല്ല കോർണർ ചെയ്യാൻ പറ്റും. നല്ല ഹെയർ പിന്ന് വളവുകളുണ്ട്, സൂപ്പറായിട്ട്. കണ്ട, കിടിലൻ വളവാണ്, ഡേഞ്ചറുമാണ്, പക്ഷെ സൂപ്പറാണ്. നല്ല കാമാൻ ക്വയറ്റ് റൂട്ടാണ്. പിന്നെ ഇനിയിപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെ ഹെഡ് ചെയ്ത് അങ്കമാലി, തിരുവനന്തപുരം കൊട്ടാരക്കര വണ്ടി ഇതുവഴി പോകും. അപ്പം വേണ്ട, കിട്ടില്ല വഴി. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെയൊക്കെ വണ്ടി വന്ന് കയറുമ്പോഴാണ് പണി കിട്ടുന്നത്. ഇവിടെയും ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ, ചെറിയൊരു ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ റൈഡ് അവസാനിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് വയനാട് എത്തണം. ഇന്നത്തെ റെസ്റ്റ് എടുക്കണം, കാരണം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു ലോങ് റൈഡിന് ഇറങ്ങണത്. കിടില ഈക്കോയുടെ കളറുണ്ട്, അടിപൊളി കളർ. പിന്നെ ഒരു കാര്യം, ഞാൻ ഒരു വണ്ടി പുതിയത് നോക്കുന്നുണ്ട്. ഏത് വണ്ടി കൊള്ളാം ടൂറിങ്ങിന്? ഒരു 350 cc മേളിലോട്ടുള്ള വണ്ടിയാണ്, ഒരു 300 cc മേളിലോട്ടുള്ള വണ്ടിയാണ് ഞാൻ നോക്കണത്. കാരണം അത്യാവശ്യം പവർ വേണം. ഇത് 220 ആണ്.
അപ്പോൾ നമ്മളിനി അടുത്ത വേരിയൻറ്റിലോട്ട് പോകുമ്പോൾ എങ്ങനെയാണെങ്കിലും കൂടിയ CC-ലോട്ട് പോകണം. അതാണ് അതിൻ്റെ കണക്ക്. ഈ വണ്ടി 5 വർഷമായി. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇതിന് വന്നു തുടങ്ങി. ഇനി നമുക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് അവനെ കളയാനും തോന്നൂല. കാരണം നല്ല മൈലേജ് തരും, അത്യാവശ്യം നല്ല പിക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, സഡൻ പിക്കപ്പൊക്കെ. എന്നാലും ഇത്രയും പഴക്കം എന്ന് പറഞ്ഞ് അങ്ങനെയും നല്ല ഞാൻ ഉപേക്ഷിക്കൂല. കാരണം ഈ വണ്ടി വച്ചിരിക്കും, കാരണം കുറേ മെമ്മറീസ് ഉള്ള വണ്ടിയാണിത്. വേറൊരു വണ്ടി ഞാൻ ഇങ്ങനെ നോക്കുകയാണ്. അപ്പം ഡോമിനോർ പോയി നോക്കിയായിരുന്നു. ഡോമിനോർ എനിക്ക് ഇഷ്ടപ്പെട്ട്. 400 cc ഉണ്ട്, വാല്യൂ ഫോർ മണിയാണ്. അങ്ങനെ പോയപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ മെറ്റ പോയി നോക്കി. പക്ഷെ ആ വണ്ടി ഓടിക്കാനൊക്കെ നല്ല സുഖം. പിന്നെ കുഴപ്പമില്ല, നല്ല ടൂറിങ്, നല്ല കംഫർട്ടാണ്. പക്ഷേ ഒരു ചെറിയ സീനുള്ളതെന്ന് പറഞ്ഞാൽ ക്രൂയിസറാണ് സംഭവം, ടൂറിങ്ങിന് പറ്റിയ സാധനമാണ്. ചെറിയൊരു സീൻ വരണമെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരാൾ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഉള്ള ഒരാൾ. കാരണം മഴയത്ത് റൈഡ് ചെയ്യുമ്പോൾ നമ്മളെ മേത്തോട്ട് ചെളി അടിക്കുമെന്നാണ് പറയണത് ഫ്രണ്ടിലെന്ന്. അപ്പം അങ്ങനത്തെ ഒരു വിഷയം, അതൊരു വിഷയമാണ്. അപ്പം അത് ശരിയാവില്ല, അതുകൊണ്ടാണ് ആ വണ്ടി. പിന്നെ ഹിമാലയൻ 450 ഉണ്ട്. 411 ഉണ്ടായിരുന്നു, ഞാൻ എടുക്കുമായിരുന്നു. പക്ഷെ 411 ഇപ്പം ഇല്ല, നിർത്തി. 450 ഉള്ള നല്ല അടിപൊളി ഹെയർ പിൻ വളവുകൾ. ഈ റൂട്ടിൽ ആരെങ്കിലും വരണം കേട്ടോ. നല്ല ഇത് സത്യം പറഞ്ഞാൽ കിലോമീറ്റർ കൂടുതലാണ്. നമുക്ക് എറണാകുളം കയറുകയാണെങ്കിൽ നമ്മൾ ആലപ്പുഴ വഴിയുള്ളതിനേക്കാളും കിലോമീറ്റർ ഒരു 10-15 കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ വരുന്നുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷേ ഇടയിലെ റൂട്ടാണ്. മറ്റേ കിടന്ന് ബ്ലോക്കിൽ കിടന്ന് നമ്മൾ ചുമ്മാ ബ്ലോക്കും റോഡ് പണിയും ഇങ്ങനത്തെ കേസുകളെല്ലാം കൂടെ കിടക്കണോണ്ട് പാടാണ്. ഇപ്പം പാലക്കാട് വണ്ടി പോകണണ്ടാ, ആറ്റുപുഴ, അങ്കമാലി, തൃശ്ശൂർ, പാലക്കാട് ഇവിടെ 100 ചില്ലറ കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ പാലക്കാട് പോകണില്ല, നമ്മൾ ഇവിടെ ചെന്നിട്ട് പട്ടാമ്പി, തൃശ്ശൂർ ചെന്നിട്ട് പട്ടാമ്പി, അങ്ങനെയാണ് കയറണം. വയനാട് പോയി, വയനാട് വലുത് എക്സ്പ്ലോറേഷൻ ഒന്നുമില്ല, ചെറുതായിട്ട് ജസ്റ്റ് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റും, നോക്കണം. നമ്മൾ നേരത്തെ എത്തണത് പോലെ ഇരിക്കും. മാക്സിമം വീഡിയോ എടുത്തെടുത്ത് പോയാൽ ഞാൻ പല വീഡിയോസും പകുതി വെച്ച് കട്ട് ചെയ്ത്, കാരണം നമ്മൾ ടൈമിന് എത്തൂല. വീഡിയോ എടുത്ത് ഇവിടെ കിട്ടില്ല പള്ളികളാണ് കേട്ടോ, സൂപ്പർ പള്ളികളാണ് ഇവിടെ ഈ റൂട്ട്, പാലാപ്പൊൻകുന്നം റൂട്ട്. ഇത് പാലാപ്പൊൻകുന്നം റൂട്ടാണ്. കണ്ട ഒരു പള്ളി കണ്ട, സൂപ്പർ. മാധവൻ്റെ പള്ളിയാണ് കേട്ടോ. ഒന്ന് ഇറങ്ങിയവരെ കാണിക്കിടണമെന്നുണ്ട്, വേണ്ട നമുക്ക് പിന്നെ നോക്കാം. കിട്ടുക്കം പള്ളി, ഇവിടുത്തെ പള്ളികളൊക്കെ സൂപ്പർ പള്ളിയാണ്. പിന്നെ ഈ പള്ളിയിൽ തന്നെ ഞാൻ ഇങ്ങോട്ടൊന്ന് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചത്, കാരണം ഒരു പള്ളിയിൽ ഇറങ്ങിയാണ്. കാരണം അവിടെ വിഷയമൊന്നുമില്ല, കാരണം ഈ റൂട്ട് പള്ളി ഉള്ളതുകൊണ്ട് വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ഈ റൈഡ് ഒരു 5 ദിവസം, മിക്കവാറും 5 ദിവസത്തിൽ കൂടുതൽ പോകുമെന്ന് തോന്നുന്നു. 5 ദിവസമാണ് മാക്സിമം. കാരണം കട ഉറക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ കടയിലെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടിയപ്പോൾ, ഒരു വീക്കെൻഡ് കിട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് റൈഡിന് ഇറങ്ങിയതാണ്. പക്ഷേ കുറേ ദിവസം റൈഡ് ചെയ്യാതിരുന്നപ്പോൾ അതിൻ്റേതായ കുറച്ച് പോരായ്മകൾ നമ്മളെ ബോഡിയിൽ തോന്നുന്നു. മറ്റേ റൈഡ് ചെയ്ത് മിക്ക ദിവസം റൈഡ് കൂടുതലുള്ളെങ്കിൽ അടിപൊളിയായിരിക്കും. ഇന്ന് ഞാൻ 2 മണിക്കാണ് എടുത്തത്. പിന്നെ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല, കാരണം ട്രിപ്പ് പെട്ടെന്നാണ് പ്ലാൻ ചെയ്തത്. ഒരു 2 മണിക്കൂർ പ്ലാനാണ് ഈ ട്രിപ്പിന് വേണ്ടിയുള്ള. സ്ഥലങ്ങൾ പോലും സത്യം പറഞ്ഞ് ഞാൻ ഈ പോകുന്ന സ്ഥലം പോലും കറക്റ്റ് ഞാൻ ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് ഒന്നും നോക്കിപ്പോലുമില്ല. അതിന് വയനാട് പോയിട്ട് ഒന്ന് നോക്കാൻ ജസ്റ്റ് ഗൂഗിളിൽ കയറിയേക്കാം. അപ്പം ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. അങ്ങനെ വന്നപ്പോൾ പിന്നെ ബാഗില്ല, ജാക്കറ്റ് ഉണ്ടായിരുന്നു, ഹൈഡ്രേഷൻ ബാഗ് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിലായിരുന്നു. ഹൈഡ്രേഷൻ ബാഗ് മാത്രം എൻ്റെ പിന്നെ പൈപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ അത് സെറ്റ് ചെയ്ത് പിന്നെ അത് സാധനം മറന്ന് എല്ലാം കൂടെ എടുപടി സാധനം എല്ലാം അടിക്കുമെന്ന് വെച്ചാൽ ഒരു 2 മണിക്കൂർ ഉറങ്ങാന്ന് പറഞ്ഞൊരു പ്ലാനിലാണ് നിന്ന്. അങ്ങനെ ചെന്ന് കിടന്ന് 12:30 ചെന്ന് കിടന്നപ്പോൾ ഉറക്കം പറഞ്ഞില്ല. അതിൻ്റെ മനസ്സെങ്ങനെയാണ്, നമ്മളെ ആ ട്രിപ്പ് ഞാൻ ഒന്ന് ജസ്റ്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കം വരില്ല കിടന്ന്. അതെന്താണെന്ന് അറിഞ്ഞൂടാ. അത് ഇന്നേ വരെ ഉള്ള തന്നെ എല്ലാ മിക്ക ട്രിപ്പിനും നേരത്തെ ചെന്ന് കിടന്നുറങ്ങി, അത് സെറ്റാക്കുന്ന ട്രിപ്പ് തന്നെ, നേരത്തെ പ്ലാൻ ചെയ്യുന്ന ട്രിപ്പ് തന്നെ. നേരത്തെ പോയി കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീക്കാന്ന് പറഞ്ഞ പ്ലാനിൽ അങ്ങനെ നടക്കൂല, കിടന്ന ഉറക്കം വരൂല. അതെന്തെന്നറിഞ്ഞൂടാ. അത് നമ്മളെ
അത് അതൊരു വികാരമാണ്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ട്രിപ്പ്. ഫണ്ട് പോലും ഈ ഇല്ലായിരുന്നു അതുവരെ. അത് ഫുള്ളൊന്നും സെറ്റായൊന്നുമില്ല. പെട്രോൾ അടിക്കേണ്ട പൈസ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇനി പോണ വഴിക്ക് നമുക്കെല്ലാം കറക്റ്റ് ചെയ്യണം. പിന്നെ പിന്നെ ഒരു കേസ്, ട്രിപ്പ് പൈസയും ഇതൊന്നും അല്ല, മനസ്സാണ്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മനസ്സ് മാത്രമാണ് അത്, വേറെ ഒന്നുമില്ല. ഫണ്ടൊക്കെ പിന്നെയാണ്. ഫണ്ടുള്ളവരും ട്രിപ്പ് പോകണില്ലല്ലോ, അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല. മനസ്സുണ്ടായിരുന്നാൽ മാത്രം മതി. നമുക്ക് മാർഗവും ഉണ്ട്, ലക്ഷ്യവും ഉണ്ട്, ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ ഈ വീക്കെൻഡിന് വീട്ടിൽ കയറി ഇരുന്ന ഭ്രാന്ത് പിടിച്ച് മരിച്ചു. കാരണം അത് ഒറ്റയ്ക്കായിപ്പോ, നമ്മൾ ഒരുമാതിരി മെൻ്റലായിപ്പോ. പക്ഷെ ഇതൊക്കെ ആകുമ്പോൾ ഒരു വണ്ടി ഓടിക്കുന്നു, ഒരു 1000 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നു, അത് രസമാണ്. പിന്നെ നമ്മൾ കാണാത്ത സ്ഥലങ്ങൾ പോയി കാണുന്നു, അതൊരു അഡിഷനാണ്. പക്ഷേ അത് മദ്യത്തിനും മറ്റത് മയക്കുമരുന്നിന് കിട്ടുന്ന അഡിഷനല്ല, ഇത് വേറെയാണ്. ഇതിനുള്ള അഡിഷൻ എന്ന് പറഞ്ഞാൽ വേറെയാണ്. ഈ അഡിഷൻ ഇത് ചികിത്സിച്ചാൽ പോലും മാറൂല. മറ്റൊരു അഡിഷൻ ഉണ്ട്, അഡിഷൻ സെൻ്ററിൽ കൊണ്ടിട്ടാൽ മാറും. ഇത് അങ്ങനെ പോലും മാറൂല. ഇതൊരു വികാരമാണ്, വികാരം, അത്ര മാത്രമേ ഉള്ളൂ. പൈസ എന്നൊരു വിഷയമേ അല്ല, എല്ലാം വഴിയേ വരും, അത്രേ ഉള്ളൂ. നമ്മളെ മനസ്സുണ്ടാ, മാർഗമുണ്ട്, ലക്ഷ്യമുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഏകദേശം മൂവാറ്റുപുഴയൊന്നും എത്തിയില്ല, അപ്പോൾ ഉടനെ എത്തും. ഏറ്റവും ഇവിടെ അങ്കമാലി കയറുമ്പോൾ നമ്മളെ പാലക്കാട് ഹൈവേയിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യും. പിന്നെ അതൊരു തൃശ്ശൂരാണെന്നൊരു 15-20 മിനിറ്റ് കൊണ്ടെത്തും. കാരണം അത്ര കിടുക്കർ റൂട്ടാണ്. പിന്നെ അങ്ങോട്ട് 4 ലൈനാണ്. ഇതിപ്പം സിംഗിൾ ലൈൻ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വിഷയങ്ങളുണ്ട്. ഇവിടെയൊക്കെ 4 ലൈൻ ആക്കിയാൽ സൂപ്പറായിരിക്കും. ഇവിടെയൊന്നും 4 ലൈൻ ഈ നൂറ്റാണ്ടിൽ വരുമെന്ന് തോന്നുന്നില്ല. ഇടയ്ക്കൊന്നും ഇങ്ങനെ വണ്ടികളൊന്നും കയറുന്ന ഒരു ഡേഞ്ചറാണ്. നമ്മൾ ഇത്തിരി അത്യാവശ്യം കത്തിച്ച് വരുമ്പോൾ പണി കിട്ടും. അതാണ് കേരളത്തിലുള്ള ഒരു വിഷയം. പിന്നെ വളവുകൾ, അതൊരു സുഖമുണ്ട്, പക്ഷെ അത് ഡേഞ്ചറും ഉണ്ട്. കണ്ട ഇങ്ങനെ വളഞ്ഞ് അവിടെ ഇങ്ങനെ വളഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ വണ്ടി ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ കയറുമ്പോൾ അവിടെ നിന്ന് അപ്പം വണ്ടി വരുമായിരിക്കും. അപ്പം ഇതൊക്കെ ഉള്ളത് തന്നെ ഈ റൂട്ടിൽ. ഞാൻ പണ്ട് ഈ റോഡ് ചെറുതായിട്ട് പണിതുകൊണ്ട് ഇന്നപ്പോൾ ഒരിക്കൽ വന്നിട്ട് എൻ്റെ ഗ്ലാമർ കൊണ്ട് പണ്ടൊരു PSC ടെസ്റ്റ് എഴുതാൻ ഇവിടെ ഞാൻ വന്നിട്ടുണ്ട്, ഈ പൊൻകുന്നത്ത്. ഗ്ലാമർ എടുത്ത സമയത്തായിരുന്നു എൻ്റെ ഗ്ലാമർ കൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു വികാരമായിരുന്നു. അപ്പോൾ വീഡിയോ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ റൈഡിങ് ജാക്കറ്റില്ല, ഗിയറുകളില്ല, ഒന്നുമില്ല. വെറും ഒരു ഹെൽമെറ്റിൻ്റെ ബലത്തിലാണ് നമ്മൾ ഇവിടെയൊക്കെ ഇത് വെറും ഒരു ഹെൽമെറ്റ്, പിന്നെ റെയിൻ കോട്ട് പോലും ഇല്ലാതെ വന്ന് ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ. മഴ നനഞ്ഞ വണ്ടി ഓടിച്ചു. ഇപ്പോൾ ആണെങ്കിൽ റൈഡിങ് ജാക്കറ്റ് ഫുൾ ഗിയറായപ്പോൾ വണ്ടി ഓടിക്കണില്ല, റൈഡും പോണില്ല, കുറവ്. ഒരു വികാരം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ ഇനി പൊൻകുന്നമല്ലല്ലോ, ഏറ്റുമാനൂർ കഴിഞ്ഞില്ല, അങ്കമാലി. സ്ഥലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിളായി പേര് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ റൂട്ട് സൂപ്പറാണ്, നല്ല രസമുണ്ട്. ആളുകളൊക്കെ നൈസാണ് കേട്ടാ. പമ്പിൽ കയറി പെട്രോൾ അടിച്ചപ്പോൾ ഒരു പയ്യൻ ചോദിക്കട്ടാ എങ്ങോട്ടാ റൈഡ്, ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കൊരു വികാരമാണ്, അത്രേ ഉള്ളൂ. പുതിയ എഗ്നീസ് പോകുന്നുണ്ട്. അപ്പം നമ്മളെ റൈഡ് ഇപ്പോൾ അടിപൊളി റൂട്ട്, നല്ല രസമുണ്ട്. പിന്നെ വണ്ടി എടുത്ത് ഇറങ്ങിയപ്പോൾ ഒരു കോമഡി, എയറിന് ചെറിയ കുഴപ്പമുണ്ടായിരുന്നു. അത് മുമ്പ് അവിടുന്ന് ഓടിച്ച് കോട്ടയത്ത് വന്നിട്ടാണ് എയർ ചെക്ക് ചെയ്തത്. കാരണം പ്ലാനില്ലായിരുന്നല്ലോ വണ്ടി, അല്ലെങ്കിൽ ഞാൻ ഒന്ന് സെറ്റാക്കും. പിന്നെ സർവീസ് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് വേറെ സീനില്ലായിരുന്നു. വണ്ടി ജസ്റ്റ് ഒന്ന് സർവീസ് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് ഒന്ന് ലൂബ് അടിച്ചാൽ മാത്രം മതിയായിരുന്നു ചെയിനിൽ. അപ്പോൾ അതങ്ങനെ ചെയിനും സ്പോക്കറ്റ് ചെറിയ പ്രശ്നമുണ്ട്, അതിന് പോയിട്ട് മാറണം. സ്പോക്കറ്റും ബാക്ക് ടയറും ചെറിയ കുഴപ്പമുണ്ട്. ടയർ ഏകദേശം തേഞ്ഞ് ഇനിയൊരു 20% കൂടെ ഉള്ളൂ. ഈ ട്രിപ്പ് കഴിയുമ്പോൾ തീരും. അപ്പോൾ നമുക്ക് അത്രയും കോർണർ ചെയ്യണമൊക്കെ സൂക്ഷിച്ച് ചെയ്യണം, അല്ലെങ്കിൽ പണി കിട്ടും, ചിലപ്പോൾ ചറക്കി വീഴും. ഇനി ഇങ്ങനെ വരിയായിട്ട് പോവുകയാണ്. ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇറങ്ങിയത്. ഇനി അങ്കമാലി നല്ല ബ്ലോക്ക് ആയിരിക്കും. അങ്കമാലി നല്ല ബ്ലോക്ക് ആയിരിക്കും. നമുക്ക് എങ്ങനെയെങ്കിലും പിടിക്കാം, കവർ ചെയ്യാം. തൃശ്ശൂർ അവിടെ ബോർഡ് ഇരിക്കുന്നത്, പാലക്കാട് 149 കിലോമീറ്റർ, തൃശ്ശൂർ 82 കിലോമീറ്റർ, 81 കിലോമീറ്റർ. അപ്പോൾ നമ്മളിപ്പം തൃശ്ശൂരെത്തും. തൃശ്ശൂർ നേരെ പട്ടാമ്പി, അവിടെ നിന്ന് ഇനിയൊരു 250-300 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് വയനാടത്തൊരു 3 മണി 3:30 മണിയൊക്കെ കഴിയും. 4, 5, 6, 7, 8 മണിയാവും.
കാരണം നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെയല്ലേ പോണത്. ഓണത്തിൻ്റെതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡിൽ. അതാണ് വിഷയം. നാളെ ആകുമ്പോൾ പിന്നെ ഭയങ്കര ഒട്ടും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളാ യാത്ര പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തൊടുപുഴ 20 കിലോമീറ്റർ ലെഫ്റ്റ്, എയർപോർട്ട് സ്ട്രൈറ്റ് 40 കിലോമീറ്റർ. അപ്പോൾ നമ്മളെ യാത്ര മുന്നോട്ടാണ്. സെറ്റ്. പുതിയ വണ്ടിയാണ്. തട്ടുപറ്റുകയാണെങ്കിൽ ഇപ്പം കൊല്ലും. സ്മാർട്ട് പോയിന്റ്. കോട്ടയം, എറണാകുളം, തൃശ്ശൂർ. ഓക്കെ. എനിക്ക് മാപ്പ് ഇട്ട് ഓടിക്കണ വലിയ ഇഷ്ടമില്ല. ഞാൻ ബോർഡുകൾ തന്നെ കൂടുതലും നോക്കി ഓടിക്കും. കാരണം അതാണ് ശീലം. പിന്നെ ചിലയിടത്ത് കിട്ടണ പണിയെന്ന് പറഞ്ഞാൽ അടുത്തുള്ള സ്ഥലത്തിൽ ബോർഡ് കാണുമല്ലോ, ദൂരമുള്ള സ്ഥലം. നമുക്ക് ഈ സ്ഥലം അവിടെ ചെല്ലുമ്പോൾ ചെറിയ കൺഫ്യൂഷനായൊക്കെ മാറും. ഇതേത് സിറ്റിയാണ്, നമ്മൾ പൊളിച്ചു പോവുകയാണ്. എന്നിട്ട് 1 വേ കടച്ചിരിക്കുന്ന ഇല്ല. സെറ്റാണ്. ഓക്കെയാണ്. നമ്മൾ എറണാകുളം, കോഴിക്കോട് എല്ലാം സ്ട്രൈറ്റ് 200 കിലോമീറ്റർ കോഴിക്കോട്. അപ്പം നമ്മൾ ഏകദേശം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ അത്യാവശ്യത്തിന് സിറ്റിയാണ്, ശ്രദ്ധിച്ച് ഓടിക്കണം. വീഡിയോ എടുപ്പം കണ്ട പണി കിട്ടും. ഡ്രൈവ് വീഡിയോ ഒക്കെ എടുക്കുന്നു, പക്ഷേ ഡ്രൈവ് കെയർഫുള്ളായിരിക്കണം. മൂന്നാർ 91 കിലോമീറ്റർ, തൃശ്ശൂർ സ്ട്രൈറ്റ്. ഇവിടെ നിന്ന് മൂന്നാർ 91 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പാലക്കാട് ബൈപ്പാസിലാണ്. ബൈപ്പാസിൻ്റെ ബൈ റോഡിലാണ്. നമ്മളെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. മഴ, നല്ല കട്ട മഴ. അങ്ങനെ നമ്മളൊന്ന് ജാക്കറ്റും റെയിൻ ജാക്കറ്റൊന്നും ഇടാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ മഴ തോന്നുന്നു, പക്ഷേ മഴ പെയ്യുന്നു. ഒരു കിടക്കട്ടെ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അടുത്ത് നമ്മൾ പോകുന്നത് തൃശ്ശൂരിൽ 16 കിലോമീറ്റർ. അത് കഴിഞ്ഞ് അവിടെ നേരെ പട്ടാമ്പി അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഗൈസ് പിന്നെ മഴ വില്ലനായിട്ട് എത്തിയിട്ടുണ്ട്. ടക്കനെ നല്ല വെയിലായിട്ട് നിന്ന് ടക്കനെ ക്ലൈമറ്റ് മാറി, മഴ തൂറ്റി തുടങ്ങി. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വെയിൽ വരുന്നുണ്ട്, പക്ഷെ മഴ പെയ്യും. സ്കൈ മൊത്തം ഇതായിട്ട് കഴിക്കുകയാണ്, കറുത്ത് പെട്ടെന്ന് കയറി. നല്ല ഇതായിട്ട് നിന്നതാണ്, പെട്ടെന്ന് മഴ വന്ന്. മഴ വരുമ്പോൾ മഴ വരെയാണെങ്കിൽ സീനി തന്നെ. ചെറിയ മഴയൊന്നും കുഴപ്പമില്ല, കട്ട മഴ വരെയാണെങ്കിൽ നമ്മൾ പെടും. പക്ഷെ ഇപ്പം നല്ല ഇത്തിരി അത്യാവശ്യം നല്ല സ്പീഡ് കിട്ടി, നല്ല ബ്ലോക്കില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഒരുപാട് വണ്ടി തിരക്കുണ്ട്. ഇങ്ങനെ നമ്മൾ കറക്കി അടിച്ച് പൊളിച്ച് പോയി പാസ് ചെയ്ത് സിഗ്നലിൽ വീഴുന്നപ്പോൾ ഇപ്പം ഇങ്ങനെ ചാടി. അപ്പോൾ അങ്ങനെയാണ്. അത്യാവശ്യം നല്ല സ്പീഡ് എടുക്കാൻ പറ്റുന്നുണ്ട് ഈ റൂട്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് ഏകദേശം ഇനി അഥവാ മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ ക്യാമറ അഴിച്ച് വയ്ക്കും. മഴ തൂറ്റി, പക്ഷേ ടക്കനെ മാറി. ചെറിയ ചാറ്റൽ മഴയാണെങ്കിൽ കുഴപ്പമില്ല. കട്ട മഴ വരെയാണെങ്കിൽ നമ്മളെ ട്രിപ്പ് കുളമാവും. കാരണം ഫുള്ള് നനഞ്ഞു. ഒന്നാമത് ഷൂ രാവിലെ നനഞ്ഞ്. ഷൂ കവർ ചെയ്യേണ്ട പ്ലാസ്റ്റിക് കവർ ഞാൻ എടുത്തുമില്ല. അതൊരു പണിയായി. കുഴപ്പമില്ല, നമുക്ക് പിടിക്കാം, എത്താം മാക്സിമം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഏകദേശം വയനാട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്നൊരു 16 അടിവാരത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഒരു 16 കിലോമീറ്റർ മാറിയ നമ്മൾ ഒരു ഡോർമെട്രിയാണ്. കാരണം ഈ ട്രിപ്പ് വലിയ ഫണ്ടിറക്കി ചെയ്യേണ്ട ട്രിപ്പല്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ്. ഒരു ഡോർമെട്രി ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ, ഓൺലൈനിൽ നോക്കിയപ്പോൾ കൺഫേം ആയി. അവിടെ പോയി നോക്കാം. ഇവിടെ നിന്നൊരു 16 കിലോമീറ്ററാണ് കാണിക്കുന്നത് ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമ്മളിപ്പം അടിവാരത്താണ്. അടിവാരത്ത് നിന്ന് കുറച്ചെന്തോ കയറി ലെഫ്റ്റ് തിരിഞ്ഞെന്തോ പോകണം. 600 കിലോമീറ്റർ എന്നിട്ട് തിരിയണമെന്നാണ് പറയണത്. നമുക്ക് നോക്കാം. അപ്പം വയനാട് ഇങ്ങോട്ട് ഫുള്ള് പകുതി സ്ഥലങ്ങളിൽ മഴ ഫുള്ള് ഇന്ന് മഴയായിരുന്നു. മഴയും വെയിലും. അപ്പം ഏകദേശം ഇപ്പം 12 മണിക്കൂർ, ഇപ്പം ഏകദേശം 4 മണിയാവാൻ പോണ്. കാരണം മഴ വല്ലാത്തൊരു തടസ്സം ഉണ്ടാക്കി അപ്പം നമ്മളങ്ങോട്ട് പോവുകയാണ്. ഈ ബുക്ക് ചെയ്തിരിക്കുന്ന റൂമല്ല, ഡോർമെട്രിയാണ്. ജസ്റ്റ് ഒന്ന് കുളിക്കണം, കിടന്നുറങ്ങണം, രാവിലെ എണീച്ച് നേരെ അടുത്ത റൈഡ് തുടങ്ങണം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കണക്ക്. അപ്പം നമ്മളെ ഹൈ റേഞ്ച് അടിവാരത്തുനിന്ന് കയറി തുടങ്ങി നമ്മൾ.
ചുരം കയറി തുടങ്ങി. ഇവിടുന്ന് 17 മീറ്റർ പോയിട്ട് എന്തോ ലെഫ്റ്റ് തിരിയാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം 15 കിലോമീറ്റർ കാണിക്കുന്നു ഇവിടുന്ന്. പപ്പുവിൻ്റെ താമരശ്ശേരി ചുരം ആയില്ല കേസ്. ഇത് വേറെ ചുരമാണ് കേട്ടോ. അതിൻ്റെ ഇപ്പുറത്തുള്ള കുറേയൊക്കെ പുകഞ്ഞ് കയറുകയാണ്. വണ്ടിയിൽ നിന്ന് കയറിപ്പോവാം. ഇവിടെ വരി പിടിച്ച് കയറണേ. അത് ലോറി ഫ്രണ്ടിൽ നിന്ന് പോവേണം. ബസ് ഓറഞ്ചിൻ്റെ ബസ് പോവേണം. വേറൊരു കാര്യം, ഇതുവഴി പ്രൈവറ്റ് ബസ് പറന്നാണ് പറഞ്ഞത്. അത് വേറെ കാര്യം. ഒരു 100-110 പറഞ്ഞത്. ബസ് ബാക്ക് ഗ്ലാസ് ഇല്ലേ, ഇത്ര വെച്ച് അടച്ചിരിക്കുന്നു. സൈഡിലൊക്കെ ഇത് ഐസ്ക്രീം കച്ചവടം ഉണ്ട്. നമ്മൾ ഏകദേശം താമരശ്ശേരി ചുരം. ഏതോ വണ്ടി വരുന്നുണ്ടെന്നാണ്. അല്ല, ലോറി ബസ്സും എല്ലാം പോകുന്നുണ്ട് ഫ്രണ്ടിൽ നിന്ന്. അതാണ് ഇങ്ങനെ ഇഴഞ്ഞു പോണത്. നമ്മൾ അത് കയറിക്കൊണ്ടിരിക്കുകയാണ്. മാനന്തവാടിക്കുള്ള ബസ് പോവുകയാണ്. ഈ ലോറിയാണ് വിഷയം ഉണ്ടാക്കിയത്. ലോഡ് പുറത്ത്. അടിപൊളി. ഒന്നും ആയില്ല, കിടക്കണം. ഇതിൻ്റെ ഫ്രണ്ടിൽ കയറണല്ലേ പണിയിട്ട്. ഇതിൻ്റെ ബാക്കിൽ കിടന്ന് ഉരുട്ടാൻ വയ്യ. ഇതിൻ്റെ ബാക്കി മാത്രം.
ലോറിയുടെ ഫ്രണ്ടിൽ കയറി അത്യാവശ്യം സ്പീഡിൽ പോവാം. എന്നാലും ചുരമാണ്, ഒരു കണക്കുണ്ട്. ഇതിവിടെ എന്നും തീരൂല ഗൈസ്. ഒരു ലോഡ് വണ്ടി പോകുന്നുണ്ട് ഫ്രണ്ടിൽ നിന്ന്, ഒരു ടാങ്കർ. തണ്ണ അങ്ങനെ കൊളുത്തി വരെയാണ് എന്നെ പിടിപ്പിക്കാൻ വേണ്ടി. ഒമ്മോ ബസ് അപ്പുറ സൈഡ് എന്നെ പിടിക്കണം. കണ്ടെയ്നറിനെ കയറണം, കണ്ടെയ്നറിൻ്റെ ഫ്രണ്ടിൽ കയറണം. ഓ ബൈക്ക് വരണം. സ്ഥലം ഗ്യാപ്പ് കുറവാണ്, അതാണ് ഒരു വിഷയം. അതിൻ്റേതായ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് കയറാൻ പറ്റും. പക്ഷെ ഇവിടേക്ക് ഉള്ളവർ പറന്നു പോവും, കാരണം അവർക്കിൻ്റെ കണക്കറിയാം. നമ്മളിവിടെ ഉള്ളതല്ലല്ലോ. ആഹാ, ഇവിടെ തണുപ്പുണ്ട് ഗൈസ്. ഈ ഭാഗത്ത് തണുപ്പുണ്ട്, നല്ല തണലുണ്ട്, നല്ല രസം. പക്ഷേ ഇവിടെ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാനൊന്നും പറ്റൂല, കാരണം ഗ്യാപ്പില്ല. വണ്ടി വയ്ക്കണമെങ്കിൽ റോഡിലേ വയ്ക്കാൻ പറ്റൂ. ചേർന്നാണ് പറഞ്ഞത്. നമ്മൾ ചുമ്മാ എന്ത് ബാക്ക് താഴെ എന്ന് പറഞ്ഞവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണം. കയറി പോയിക്കൊണ്ടിരിക്കാം.